ഹായ്. ഇന്ന് ഒരു ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം കുറച്ച് ദിവസമായി എൻ്റെ മകൻ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു അവന് ചിക്കൻ റോസ്റ്റ് തിന്നാൻ കുറച്ച് കൊതിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ഹീ ഈസ് എ പേഴ്സൺ ഹു ലൈക്സ് സ്റ്റ്യൂസ്. അപ്പോൾ സ്റ്റ്യൂഡ് കോൺസെപ്റ്റിലൊരു ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളൊരു റെസിപ്പി. ആൻഡ് നമുക്ക് നോക്കാം ഈ ചിക്കൻ റോസ്റ്റ് വിത്ത് എ ട്വിസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇനി നമുക്ക് മാരിനേഷൻ ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനൊരു 15-20 ചെറിയ കാഷ്യൂ കുതിർത്തതാണ് ചൂടുവെള്ളത്തിൽ അങ്ങനെ എടുത്തിട്ടുണ്ട്. പ്ലസ് ഒരു സവാള ഉണ്ടല്ലോ, അത് നമ്മൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഒരു നല്ല ബ്രൗണിഷ് കളർ വരെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തതാണ്. ഒരു അര സവാള എടുത്താലും മതി. ഇതൊരു ചിക്കനിലേക്ക്, 1 കിലോ ചിക്കനിലേക്കുള്ള കണക്കാണ് പറയുന്നത്. കുറച്ച് കല്ലുപ്പ്, 5-6 ഏലക്കായ ഇങ്ങനെ മുഴുവനായിട്ട് ഹോളായിട്ട് എടുത്തിരിക്കുകയാണ്, കുരുവൊന്നും കളഞ്ഞിട്ടില്ല. ആൻഡ് കുരുമുളക് 2 ടീസ്പൂൺ, പച്ചമുളക് ഒരു 4 എണ്ണം, ഇഞ്ചി ഒരു വലിയ വെച്ചാൽ ഒരു 1.5 ഇഞ്ചിൻ്റെ നീളമുള്ള ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, ആൻഡ് ഒരു 10-20 വെളുത്തുള്ളിയും അതിൻ്റെ അടിയിലുണ്ട്. അത്രയും സാധനങ്ങളുണ്ട്. പ്ലസ് കുറച്ച് തൈരും ഉണ്ട് നമ്മളുടെ അടുത്ത്. ഇത്രയും സാധനങ്ങൾ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കാം. മാരിനേഷന് വേണ്ട സാധനങ്ങളാണ്. ഓക്കെ, എല്ലാതും നമ്മളിട്ടു. പ്ലസ് മുകളിൽ കൂടെ തൈര് ഒഴിച്ചു. ആൻഡ് നന്നായിട്ട് പേസ്റ്റ് ആക്കാം. നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല നോട്ട്സായിട്ടൊക്കെ കിട്ടുന്നത്. ആ ഒരു ഉള്ളിയുടെ ഒരു ഓൾമോസ്റ്റ് ചാർഡായിട്ടുള്ളൊരു വേർഷനാണല്ലോ നമ്മളിതിൽ ഇട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഒരു നല്ല ഫ്ലേവർ ഉണ്ട്. ആൻഡ് ഏലക്കായുടെ ഫ്ലേവർ ഉണ്ട്. ആൻഡ് പിന്നെ പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ അടിപൊളിയാണല്ലോ ഇതിലേക്ക്. എന്ന് വെച്ചാൽ വെള്ളുള്ളിയുടെ ഫ്ലേവർ, ഇഞ്ചിയുടെ ഫ്ലേവർ, അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു രസമുള്ളൊരു പേസ്റ്റാണ്. നല്ല മണമുണ്ട്, നല്ല ഗുണമുണ്ട്, എല്ലാം ഉണ്ട്. കറിവേപ്പിലയുടെയൊക്കെ ആ ഒരു നോട്ട്സും എല്ലാം കിട്ടുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴുള്ള എൻഡ് റിസൾട്ട് എന്തായിരിക്കുന്നത്. ഇത് കൈ കൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. സോ യു ക്യാൻ നെവർ ഗോ റോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതിലുള്ളത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അധികം ഞാൻ പോസ്റ്റ് ചെയ്യണില്ല. എൻഡ് റിസൾട്ട് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ, സോ വി വിൽ മാരിനേറ്റ് ഇറ്റ്. അത് മാരിനേറ്റ് ചെയ്തതിൻ്റെ ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ 1 മണിക്കൂറെങ്കിലും വെക്കുകയാണ്, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓൾ റൈറ്റ്, നമുക്ക് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് അത് ഓരോ പീസായിട്ട് എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ ഈ പാനിൽ റെഡി ആവുന്ന സമയത്ത് അപ്പുറത്ത് വേറൊരു പാനിൽ ഞാൻ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇടണം. വളരെ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള സവാള, ഒരു 3 എണ്ണം മീഡിയം സൈസ്. സോ ഇത് ഇതിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതിലേക്കുള്ള ഈ സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്കിത് വഴറ്റാം. നൈസായിട്ട് അരിഞ്ഞിട്ട് വഴറ്റുന്ന ആ സവാള വിധം കളർ മാറി ഗോൾഡൻ കളറിലേക്ക് വന്നു. ആൻഡ് നമ്മളുടെ ഈ വറുത്ത ചിക്കൻ ഓൾമോസ്റ്റ് നല്ല കൺസിസ്റ്റൻസിയിലേക്ക് എത്തി, നല്ലൊരു മണവും വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മളിത് മാറ്റി വയ്ക്കുകയാണ്. ആൻഡ് ഇനിയുണ്ടല്ലോ നമുക്ക് കുറച്ചും കൂടി വറുക്കാൻ. നെക്സ്റ്റ് ഒരു ലോട്ടും കൂടി ഉണ്ട്. ഇത് തവ അത്രയ്ക്ക് വലുതല്ലാത്ത കാരണം കൊണ്ടാണ് 2 ലോട്ട്. മേ ബി ക്വാണ്ടിറ്റി കൂടിയ കാരണം കൊണ്ടുപോകാം. 1/2 കിലോനാണെന്നുണ്ടെങ്കിൽ തവ ഇസ് ദ ബെസ്റ്റ്. 1 കിലോനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി വലുതാണെങ്കിൽ 1 ട്രിപ്പിന് കഴിയും. ഇനിയിപ്പോൾ അത് 1 ട്രിപ്പും കൂടി നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാനെടുത്ത് ട്രാൻസ്ഫർ ചെയ്യണം ഈ പാത്രത്തിലേക്ക്. 2ാമത്തെ ട്രിപ്പ് കയറ്റി അടുപ്പത്ത്. ആൻഡ് ഇൻ ദ മീൻ വൈൽ ഇതിലുണ്ടല്ലോ നമ്മുടെ നല്ലൊരു മസാലയുടെ ബാക്കി പത്രങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കുറച്ച് വെള്ളം ചേർത്ത് കലക്കിയിട്ട് ഈ വഴന്നിരിക്കുന്ന ഈ സവാള ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് നേരം കൂടി കുക്ക് ചെയ്യാണ് നമ്മൾ. അപ്പോൾ സവാളയ്ക്കൊരു ഫ്ലേവർ കിട്ടും. ഓക്കെ, അങ്ങനെ ആ മസാല വെള്ളം കംപ്ലീറ്റ് ഇതിലേക്ക് ഞാൻ പോർ ചെയ്തു. എന്നിട്ടൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റണം. ഒന്നും കൂടി ഈ ലിക്വിഡ് ഒന്ന് സെറ്റിലാവണം, കുറച്ചും കൂടി ഒന്ന് തിക്കറാവണം ഈ ലിക്വിഡ്. അതുവരെയ്ക്കും നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. സെക്കൻഡ് ബാച്ച് ഒരു വിധം ആയി നമ്മളുടെ. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി വഴറ്റി വെച്ചിരിക്കുന്ന വഴന്ന് വന്നിട്ടുണ്ട്. അത് ഓഫ് ചെയ്തിട്ട് ഇത് ഇതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 2ാമത്തെ ബാച്ച് നന്നായി ഇതിൽ ആ ഉള്ളി ഇട്ട കാരണം കൊണ്ട് നല്ലൊരു ഗോൾഡൻ കളർ എല്ലാ ഭാഗത്തേക്കും വന്ന് നല്ലൊരു ഉള്ളിയുടെയും കൂടി ഒരു ഫ്ലേവർ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. മറ്റേ നോക്കൂ, ഇത്രയും വറുത്ത് വെച്ചതൊക്കെ ആൾക്കാർ തിന്നിട്ട് ഈ ഒരു അവസ്ഥയിലെത്തി. ഫിനിഷ്ഡ് പ്രോഡക്റ്റിന് നിൽക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചെയ്ത പണിയാണിത്. സോ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി ഒന്നും ചെയ്യാനില്ല കൂടുതൽ.
ഇതെടുത്തിട്ട് ട്രാൻസ്ഫർ ചെയ്യണു. അതിൻ്റെ മുകളിൽ കൂടെ തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. അത്രയേ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇത് ഞാൻ ചോറെടുത്തിട്ടുള്ള ചട്ടുകാണ്, വേറെ ചട്ടുകം കിട്ടിയില്ല. 2 നേരത്തെ ഫസ്റ്റ് ബാച്ച് ഉണ്ടാക്കി വെച്ചതും ഇപ്പം ഉണ്ടാക്കി വെച്ചതും കൂട്ടി മിക്സ് ചെയ്തു. ആൻഡ് വി ഹാവ് ദിസ് കോക്കനട്ട് മിൽക്ക്, ഫസ്റ്റ് മിൽക്ക്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാണ്. അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് സെർവ് ചെയ്യാം, കഴിക്കാം. the finished product. It's so succulent and nice. നന്നായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിയുടെ അവസ്ഥ, കറിയല്ല അതൊരു റോസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം അറിയാലോ ഇതിലെല്ലാം ഇൻഗ്രീഡിയൻസ് തന്നെ അങ്ങനത്തെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സൂപ്പറായിട്ട് ആസ്വദിച്ച് കഴിച്ചു. സോ എവ്രി വൺ ക്യാൻ ട്രൈ ആൻഡ് ഐ ഗ്യാരൻറ്റി